10 കൊല്ലമായിട്ട് മോദിയെയും മോദിയുടെ വാചകടിയെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മനുഷ്യർ. അവൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ, ഗ്യാസിൻ്റെ വിലക്കയറ്റം, പെട്രോളിൻ്റെ വിലക്കയറ്റം, പട്ടിണി സൂചികയിൽ ഇന്ത്യ മുഞ്ഞുകുത്തിയത്. പിന്നെ മുസ്ലിങ്ങൾക്കല്ല, അംബാനിക്കും അദാനിക്കുമാണ് സമ്പത്ത് വാരിക്കോരി കൊടുത്തത്. കോവിഡ് വാക്സിൻ്റെ ആ സർട്ടിഫിക്കറ്റെ പോലും സ്വന്തം പടം അച്ചടിച്ച മോദിക്ക് ഇപ്പോൾ ആ പടം മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച നരേന്ദ്രമോദിയുടെ അഴിമതി നാട്ടുകാരുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ചർച്ചയും മോദി ആഗ്രഹിക്കുന്നില്ല. അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ആഗ്രഹിക്കുന്നില്ല. കർഷകർക്ക് 50% കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടപ്പായോ? കള്ളപ്പണം പുറത്തുള്ളത് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊടുക്കുമെന്ന് നടപ്പായോ? ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 4-ാം തീയതി മനസ്സിലാവുള്ളൂ. എന്താണ് മോദി പറഞ്ഞത്? നമ്മൾ 5, നമുക്ക് 25. ആരെക്കുറിച്ചാണ്? പിന്നെ മംഗല്യസൂത്രം നടത്തിയ കല്യാണം നടത്തിയ ഒരാൾ പിന്നീട് അങ്ങോട്ട് ഭാര്യയുള്ള വിവരം മറച്ചു വെച്ചാണ് മുഖ്യമന്ത്രിയായിട്ട് കുറേ കാലം ഇരുന്നത്. പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഉണ്ടായി. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളോട് അദ്ദേഹം പെരുമാറിയത് നമ്മുടെ മുമ്പിലില്ലേ? ഇങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ കെട്ട ഭാഷയിൽ ഏറ്റവും തെറ്റായ വർഗീയത നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനമാണ്, അദ്ദേഹത്തിൻ്റെ പതനമാണ്. നടുക്കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയെപ്പോലെ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വേഷം കെട്ട് നടന്നൊരു മാന്യൻ ഇങ്ങനെ പറയുമോ? ഇത് BJPക്ക് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് നരേന്ദ്രമോദി ഏറ്റവും തെറ്റായ നിലയ്ക്ക് വർത്തമാനം പറയുന്നത് അവരുടെ പരാജയത്തിൻ്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP പരാജയപ്പെടും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സമാജ്വാദി പാർട്ടി അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കൂ. 77 സീറ്റുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി 111 സീറ്റിലേക്ക് ഉയർന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ നിയമസഭയിൽ യോഗി ആദിത്യനാഥ് പിന്നോട്ടടിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് UP പോണത്. ബീഹാറിൽ ഇവർ നിതീഷ് കുമാറിനെ കൂട്ടിയിട്ടും നിലം തുടിക്കാൻ പറ്റുന്നില്ല. നിതീഷ് കുമാറുമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ മോദിക്ക് പറ്റിയിട്ടില്ല. മഹാവികാസ് അഘാഡിയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ സഹതാപ തരംഗമാണ്. താക്കറയോടും അതുപോലെ തന്നെ ശരത് പവാറോടും സഹതാപ തരംഗമാണ് എന്ന് ആരാ പറഞ്ഞത്? BJP നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത്. കർണാടകത്തിൽ രേവണ്ണയുടെ കാര്യം നമ്മൾ കണ്ടല്ലോ. രേവണ്ണയ്ക്ക് വേണ്ടി മോദി വോട്ട് പിടിക്കുന്നതും പിന്നീടുള്ള കാര്യങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ഇന്ത്യ മുഴുവൻ ഇത്തരത്തിലേക്ക് നരേന്ദ്രമോദിക്ക് വല്ലാത്ത വെല്ലുവിളികൾ ഉയരുന്ന സാഹചര്യമുള്ളത് കൊണ്ട് BJP നേതാക്കന്മാർ ആശ്വസിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞപ്പോൾ CPMനെ ആക്രമിക്കുന്ന അവരുടെ പുതിയ രീതി അല്ലല്ലോ, പണ്ടത്തെ രീതി തന്നെയാണ്. ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നൊരു കാര്യം, 2004 നിങ്ങൾ മന്ത്രിമാരായിരുന്നത് എങ്ങനെയാണ്? എന്തോ ഒരു സൗജന്യം ഞങ്ങൾക്ക് രാജസ്ഥാനിൽ തന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ 2014 3.5 ലക്ഷം വോട്ടിന് തോറ്റൊരു മണ്ഡലം, 2019 2.5 ലക്ഷം വോട്ടിന് തോറ്റൊരു മണ്ഡലം. അവിടെ CPMന് ഇപ്പോൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, മത്സരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പറ്റി? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്ത് പറ്റി? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 സീറ്റിലേ മത്സരിച്ചുള്ളൂ. ഒരു ചാനൽ ചർച്ച കള്ളം പറയരുത് കേട്ടോ. എത്രയോ മണ്ഡലങ്ങളിൽ CPM 2ാം സ്ഥാനത്താണ്. എത്രയോ മണ്ഡലങ്ങളിൽ നല്ല നിലയ്ക്ക് വോട്ട് നേടി CPM. അതിനുശേഷം കോൺഗ്രസ് ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല എന്ന് കോൺഗ്രസിൻ്റെ കമ്മിറ്റി തന്നെ അവിടെ വിലയിരുത്തിയില്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ അവിടെ മുന്നണി ഉണ്ടാക്കാൻ വന്നത്? മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി 1 സീറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തോ? അതിൻ്റെ ഭാഗമായിട്ട് എരന്നു വാങ്ങിയ പരാജയമല്ലേ മധ്യപ്രദേശിലുണ്ടായത്? ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ ചർച്ച ചെയ്തല്ലേ. എന്നിട്ട് RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നത് അഭിമാനിക്കുന്ന ഒരു സുധാകരൻ്റെ അനുയായി വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങളാണ് BJPക്ക് വേണ്ടി RSSന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ ന്യായം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 2004 തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ്. ശരി, ഇന്ത്യ രാജ്യത്ത് CPMൻ്റെ എല്ലാ കരുത്തും നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ ഞങ്ങൾ വിനിയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ സഖ്യങ്ങൾ ഞങ്ങൾ ഭാഗമാവുകയാണ്. അങ്ങനെയാണ് ബംഗാളിൽ CPM ഉൾപ്പെടുന്ന ഒരു ഇടതുപക്ഷ മുന്നണിയുണ്ട്. ഞങ്ങൾ കോൺഗ്രസുമായി ചില സീറ്റുകളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, ഇത് ബംഗാളിൽ സാധ്യമാണ്, ത്രിപുരയിൽ സാധ്യമാണ്. അതുപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമല്ല. അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയായിട്ട് നിങ്ങൾക്ക് പലയിടത്ത് സഖ്യമല്ലാത്തത്. ശരി, ഓക്കെ, നിങ്ങൾക്ക് പലയിടത്ത് സമാജ്വാദി പാർട്ടിയായിട്ട് കൂട്ടാൻ പറ്റാത്തത്. പക്ഷേ ഒരു കാര്യം കൂടെ അഭിലാഷ് ഞാൻ പറയട്ടെ. ഇവിടുത്തെ സുധാകരൻ്റെ ചിറ്റപ്പന്മാരുണ്ടല്ലോ അവിടെ ഇരിക്കുന്നവർ, എവിടെ? ഡൽഹിയിൽ. അവിടുത്തെ DCC പ്രസിഡന്റിനെ രാജിവെച്ചത് PCC പ്രസിഡന്റ്. ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കോൺഗ്രസിനകത്തുള്ളവർ ഇപ്പോഴും ഇല്ലേ? ശരി, ഓക്കെ.
ഡൽഹിയിലെ PCC ചീഫ് എന്തിനാ രാജിവെച്ച് പോയത്? ശരി, ഓക്കെ, അതാണല്ലോ ചോദ്യം. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഡൽഹിയിലെ PCC ചീഫ് ആണെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരാണെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടാരല്ല. ഇതാണ് ഞങ്ങളുടെ ബോധ്യം. ശരി.